ഹായ്. അപ്പോൾ ചിയേഴ്സ്. എല്ലാവരും കാണുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്നറിയോ? എന്താ ഇത്, ഒരു നടൻ വന്നിട്ട് ഓപ്പണായിട്ട് ഒരു സോഷ്യൽ മീഡിയയിൽ ചിയേഴ്സ് ഒക്കെ പറയുന്നു? ചിന്തിച്ചല്ലേ? ജസ്റ്റ് ഒരു ആപ്പിൾ ജ്യൂസാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്? ഇത്രയും കാലം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല. കാരണം എന്തിനറിയോ? നിങ്ങൾക്ക് എല്ലാവർക്കും കോൺട്രവേഴ്സിയാണ് ഭയങ്കര ഇഷ്ടം. യെസ്, ഓഫ് കോഴ്സ് എൻ്റെ പേഴ്സണൽ ലൈഫിൽ കാര്യങ്ങളുണ്ട്, കേസൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ആദ്യം തൊട്ടേ സോഷ്യൽ മീഡിയയിൽ വന്ന് എല്ലാ ഇൻഫർമേഷൻസും തെറ്റാണ്. എല്ലാ ഇൻഫർമേഷൻസും തെറ്റാണ്. പിന്നെ ഞാൻ ഒന്നും മിണ്ടിയിട്ടില്ല. സത്യം പറയണമെങ്കിൽ ഒരേ ഒരു വാക്ക് ഞാൻ പറയാണ്. 2019 അതായത് 2019 ജാനുവരിയിലാണ് ഡൈവേഴ്സ് ഫയൽ ചെയ്തത്. അല്ലാണ്ട് അതിനു മുമ്പ് നിങ്ങൾ ഇട്ട ഒരു ഇൻഫർമേഷൻസും ശരിയായിട്ടുള്ള ഒരു ഇൻഫർമേഷൻസ് അല്ല. പക്ഷേ ഞാൻ ഇതുവരെ ഒന്നും മിണ്ടിയിട്ടില്ല. എന്തുകൊണ്ട്? ശരി, പോട്ടെ. എല്ലാവരും അറിയുന്ന എല്ലാവർക്കും ഒരു മെസ്സേജ് ഞാൻ പറയാം. ശബ്ദത്തിനെക്കാളും സൈലൻസിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ദർ ഇസ് എ മീനിങ് ബിഹൈൻഡ് എ സൈലൻസ്. ഞാൻ വായടച്ച് ഒന്നും മിണ്ടാതിരിക്കുന്നത് കാരണം അതിൻ്റെ പുറകിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഞാൻ തുറന്ന് സംസാരിക്കാൻ കഴിഞ്ഞാൽ ബാല ജയിക്കും. പക്ഷേ വേണ്ടാൻ വെച്ചിരിക്കുന്നതാണ്. പ്ലീസ് ഡോണ്ട് പ്രൊവോക്ക് മീ. അത് ആരായാലും ശരി, എന്നെ പ്രൊവോക്ക് ചെയ്യരുത്. എൻ്റെ മകളെ ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. ആ ഒരു സ്നേഹത്തിന് വേണ്ടി മാത്രം ഐ എം കീപ്പിംഗ് സൈലൻസ്. പക്ഷേ എൻ്റെ സൈലൻസിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. എന്നെ വേദനിപ്പിക്കുന്ന രീതിയിൽ കുറേ ഇൻഫർമേഷൻസും റോങ് ഇൻഫർമേഷൻസും കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഞാനിതൊന്നും മൈൻഡ് ചെയ്യാറില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മനസ്സിൽ എത്ര വേദന ഇരുന്നാലും ഞാൻ കാരണം 4 പേര് സന്തോഷമായിരിക്കണം. ഇപ്പം അടുത്ത കാലത്ത് എനിക്കൊരു സോഷ്യൽ മീഡിയയിൽ ഒരു വളരെ മോശമായിട്ടുള്ള ഒരു റോങ് ഇൻഫർമേഷൻ ഉണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് പ്രതികരിക്കണമെന്ന് തോന്നി. അപ്പോൾ വളരെ ആലോചിച്ചിട്ടാണ് ഈ മെസ്സേജ് ഞാൻ അയക്കുന്നത്. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്ന മെസ്സേജ് എന്ന് വെച്ചാൽ അതിനു മുമ്പേ കുറേ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സത്യങ്ങളെല്ലാം പുറത്ത് വരും, ഡെഫിനറ്റ്ലി വരും. സോ ഇപ്പോൾ അടുത്ത കാലത്ത് വന്നതെന്ന് വെച്ചാൽ എൻ്റെ മാരേജ് ഉറപ്പിച്ചു, ഞാൻ കല്യാണം കഴിച്ചു എന്നൊക്കെ. അപ്പം ഇങ്ങനെ ഒരു ഫാൾസ് ആയിട്ടുള്ള ഒരു മെസ്സേജ് വരുമ്പോൾ നിങ്ങളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ഇട്ട യൂട്യൂബിലാണ് ഞാൻ കണ്ടത്. ഇപ്പോൾ ആൾമോസ്റ്റ് എന്താ 4-5 ലക്ഷം പേര് കണ്ടിട്ടുണ്ട്. ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിലിട്ടിരിക്കുന്ന ഫോട്ടോയിലുള്ള ഒരു പെണ്ണ്, എനിക്ക് തോന്നുന്നു പ്രതീക്ഷ, ഷീസ് ജസ്റ്റ് ഒരു 22 വയസ്സ് മാത്രമേ ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. ഒരു പാവപ്പെട്ട ഒരു ഫാമിലിയിൽ സാധാരണ ഒരു ലൈഫ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ്. സീരിയൽ അഭിനയിക്കുന്നുണ്ട്. അതിനുള്ള ഒരു വരുമാനം വെച്ചിട്ട് അവർ കഷ്ടപ്പെടുന്ന കുടുംബത്തെ നോക്കിക്കൊണ്ട് നടക്കുന്ന ഒരു കുട്ടിയാണ്. ഞാനൊരു സ്റ്റേജിൽ ആദ്യമായിട്ടാണ് ഈ തകർക്കൻ കോമഡി സ്റ്റേജിലാണ് ഞാൻ കാണുന്നത്. ആകെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുള്ളത് 2-3 പ്രാവശ്യം. അതും മനോരമ സ്റ്റേജിലാണ് ഞാൻ കണ്ടിരിക്കുന്നത്. പിന്നെ എനിക്കുള്ള ഒരു ചോദ്യം, എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാലം നിങ്ങൾ റോങ് ഇൻഫർമേഷൻ കൊടുത്തു, ഓക്കെ, ബാലയ്ക്ക് എന്ത് വേണമെങ്കിലും താങ്ങാൻ പറ്റും. ആ ഒരു പെണ്ണ് ഇപ്പം ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ കൊടുത്തിരിക്കുന്നു. ആ പെണ്ണിന് ഒരു വിവാഹം ആലോചന വന്നാൽ ഇത് അഫക്റ്റ് ആവില്ലേ? ആ ഫാമിലിക്ക് ഇത് അഫക്റ്റ് ആവില്ലേ? എത്ര വലിയ ഒരു ഡേഞ്ചറസ് സിറ്റുവേഷനാണ് ആ കുടുംബത്തിന് നിങ്ങൾ തന്നിരിക്കുന്നത് ഈ സോഷ്യൽ മീഡിയ. നാളെ ഇത് കാരണം ഒരു പ്രശ്നം എന്തായാലും ഒരു പാവപ്പെട്ട പെണ്ണ്, ആ പെണ്ണ് എന്താ പറഞ്ഞത്? 9th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ ആ സ്റ്റേജിൽ വെച്ച് പറഞ്ഞ കാര്യം, അവൾ 9th സ്റ്റാൻഡേർഡ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു ഫംഗ്ഷനിൽ പുനലൂർ പോയപ്പോൾ എൻ്റെ അടുത്ത് വന്ന് ഓട്ടോഗ്രാഫ് മേടിച്ചതാണ്. അന്ന് എൻ്റെ കൂടെ ഭയങ്കര ഒരു ഫാനായിരുന്നു. ഒരു നടനോട് ഒരു ഫാനായിരിക്കുന്നത് തെറ്റാണോ? ഇങ്ങനെയൊക്കെ ഇൻഫർമേഷൻസ് നിങ്ങൾ, അതും അവർ അമ്മായിമായിട്ടിരിക്കുന്ന ഒരു സെൽഫി ഫോട്ടോ ആണ് ഇട്ടിരിക്കുന്നത്. ഇന്ത്യൻ ലോ പ്രകാരം ഇത് ക്രൈമാണ്. ഇറ്റ്സ് എ ക്രൈം ദറ്റ് യു ഹാവ് ഡൺ. ഇപ്പോൾ ആ കുടുംബത്തിന് ഇത്രയും ലോസിന് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു? 5 ലക്ഷം പേര് മേലെ ഇത് കണ്ട് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ എൻ്റെ സുഹൃത്ത് റിമി ടോമിയെ കുറിച്ച് വളരെ മോശമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. 2 പേരും കൂട്ടിക്കൊടുത്തല്ലോ. ഇതൊക്കെ എന്താണ് വേർഡ്സ് യൂസ് ചെയ്യുന്ന വേർഡ്സ് ശരിയാണോ? ഒരു സോഷ്യൽ മീഡിയയിൽ യൂസ് ചെയ്യുന്ന ഒരു ബഹുമാനം വേണ്ടേ? തെറ്റല്ലേ? ഞാനും റിമിയും കുറിച്ച് പറയണമെങ്കിൽ പറയേണ്ടെന്ന് വെച്ചതാണ്. പക്ഷേ
ഞങ്ങൾ തമിഴിൽ ഒരു വാക്കുണ്ട്, இந்த കൈ കൊടുക്കുന്നത് அந்த കൈ தெரியக்கூடாது. ഇന്ന് വരെ എൻ്റെ ലൈഫിൽ ഞാനത് ഫോളോ ചെയ്തിട്ടുണ്ട്. ഐ ഫീൽ അഷെയിം ടു സേ ദിസ്, പക്ഷെ എന്നാലും പറയേണ്ടി വന്നു. ഞാനും റിമിയും ഞങ്ങൾക്കൊരു ഒരു വാട്സാപ്പിലൊരു ഗ്രൂപ്പുണ്ട്, ടീം വൈബ്രൻ്റ് ഒരു ഗ്രൂപ്പുണ്ട്. ഇപ്പോൾ കേരളത്തിൽ മറ്റേ ഫ്ലഡ് വന്നതല്ല, അതിനൊക്കെ മുമ്പേ ഞങ്ങൾ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്ത് കേരളത്തിലെ ഓരോരോ ആശ്രമത്തിലും പാവപ്പെട്ടവർക്കും ഞങ്ങളാൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഞാൻ മുമ്പ് തന്നെ ഇൻഡിവിജ്വലായിട്ട് ചെയ്യാറുണ്ട്, ഇപ്പോൾ ഈ ഗ്രൂപ്പിനോട് കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷേ ഞാനും റിമിയും ഇന്ന് വരെ എപ്പോഴെങ്കിലും എൻ്റെ ഫേസ്ബുക്കിൽ ഞാൻ ഒരു 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 ഫോട്ടോയെങ്കിലും ഇട്ടിട്ടുണ്ടോ പബ്ലിസിറ്റിക്ക് വേണ്ടി? ഇല്ല, അതെല്ലാം തേവയല്ല, ഒരിക്കലും വേണ്ട. ബാലാക്ക് വന്ന് ഒരാൾക്ക് 4 പേർക്ക് നന്മ ചെയ്യുന്നത് പബ്ലിസിറ്റി നേടാനുള്ള ആവശ്യമില്ല. ഞാൻ ഒരു നല്ല ഒരു കലാകാരനാണ്, ഞാൻ അഭിനയിക്കുന്ന അഭിനയം കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഓക്കെ. ഇപ്പം ഇത്രയും നന്മ ചെയ്തിട്ട് ആ ഒരു കാര്യങ്ങളൊന്നും ആരും ഒന്നും സംസാരിക്കാനില്ല. പക്ഷേ റിമിയെ കുറിച്ചിട്ട് എൻ്റെ സുഹൃത്തിനെ കുറിച്ചിട്ട് ഇങ്ങനെ വളരെ മോശമായിട്ടിരിക്കുക. ഇറ്റ് ഈസ് എ ക്രൈം അഗെയിൻസ്റ്റ് എ സെലിബ്രിറ്റി, അഗെയിൻസ്റ്റ് എ ഇൻഡിവിജ്വൽ. ഒരു സാധാരണ ഒരു ഹ്യൂമൻ ബീയിങ് മേലിൽ നിങ്ങൾ ചെയ്ത ഒരു ക്രൈമാണിത്. ഞാൻ എൻ്റെ അച്ഛൻ, അമ്മ, എൻ്റെ തമിഴ്നാട്, എൻ്റെ തമിഴ് സിനിമ കരിയർ ഇതെല്ലാം വിട്ടിട്ട് നിങ്ങളെ അന്വേഷിച്ച് ഈ കേരള ഭൂമിയിലെ ഇവിടെ നിൽക്കുകയാണ്. ഒറ്റയ്ക്ക് ഒരാളായിട്ട് ഞാൻ ഇവിടെ നിൽക്കുന്നു. ഇപ്പോഴും എനിക്ക് വിശ്വാസമുണ്ട്, നല്ലവരായ നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുന്നുള്ള വിശ്വാസമുണ്ട്. പ്രാർത്ഥിക്കുക, സ്നേഹിക്കുക, ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക. ഇത് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ തോന്നിയ ഒരു കാര്യമാണ്. ചിന്തിക്കുക, ദയവേത് ചിന്തിക്കുക. നിങ്ങൾക്കും വീട്ടിൽ അച്ഛൻ, അമ്മ, ഉറവുകൾ, അണ്ണൻ, തങ്കച്ചി, പിള്ളേർ എല്ലാവരും ഉണ്ടാവില്ലേ? നിങ്ങളുടെ കുടുംബത്താണെങ്കിൽ ഇങ്ങനെയൊക്കെ സോഷ്യൽ മീഡിയയിൽ സ്വന്തം കുടുംബത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമോ? ഇല്ലല്ലോ. അടുത്തവരുടെ ഫാമിലി മാത്രമേ ഇങ്ങനെയൊക്കെ